ഓഫ് കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണം എനിക്ക് അറിയില്ല. ലാൽ സാറിനോട് ഞാൻ ഇപ്പൊ ലാലേട്ടൻ വിളിക്കാം, ലാലേട്ടനോടാണ് ആക്ച്വലി. കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം. ഇതിപ്പോ ഈ പറയുമ്പോൾ ഭയങ്കര ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഐ നോ ദർ ഇസ് എ ബിറ്റ് ഓഫ് എ ക്ലീഷേ ഇൻ ഇറ്റ്. പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ, അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് സിനിമ എടുക്കാൻ അറിയോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഒന്ന് എന്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു പണ്ട് എടുത്തു. ഓക്കെ, ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഏതെങ്കിലും ഒരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോഴെനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ലാലേട്ടന്റെ ക്യാരവനിൽ പോകും. അപ്പൊ ലാൽ ചോദിക്കും, മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ എന്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ആ സീക്വൻസിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയും, ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ. ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ട്, അയാൾക്കത് ചെയ്തു കൊടുക്കുമെന്ന്. അപ്പൊ ഇമ്മീഡിയറ്റ് ലാലേട്ടൻ. അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല, ആക്ച്വലി എന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ 2 സിനിമകളിൽ എന്നോടൊപ്പം നിന്നത് ലാൽ സാറാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എന്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം ദാറ്റ് has had to face so many obstacles from weather. Right from our very first schedule in Leh Ladakh to our very last schedule in Palakkad. And in between this, we pretty much traveled around the world. Every country, every place, we had run-ins with weather. But what happens is obviously a lot of money goes waste. പൈസ ഒരുപാട് ചെലവാകും, നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ ഇരിക്കുന്നു. ആൻഡ് എ ലോട്ട് ഓഫ് ടൈം ഗോസ് വേസ്റ്റ്. അപ്പോ എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിന്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്നും രാവിലെ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല, കാരണം ഭയങ്കര മഴയായിരിക്കും. ഇപ്പൊ ഞാൻ ലാൽ സാറിന്റെ റൂമിലേക്ക് ചെല്ലുന്ന ഇത് പറയാനാണ്, സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല, അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളില് ഇത് ഓക്കെ, ഞാനിപ്പോ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു, അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നിന്നാണല്ലോ വന്നത്. അതിന്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ്. ഒരു ദിവസം ഞാൻ പോയിട്ട്, സാർ സോറി ഇന്നും ഷൂട്ട് നടക്കില്ല. അപ്പൊ എന്റെ ആദ്യം പറഞ്ഞ, മോനെ അത് കുഴപ്പമില്ല, മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല. It is not just a big memory for me as a filmmaker. It is a lesson for me as an actor. So thank you, Lalata, for being who you are. Lalata illengil, without you, I don't know if any of this will happen. I don't know if I'll be a director ആകുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. കാരണം I keep saying I was an accidental director. Murli, my brother, വളരെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ തന്നെ അത് ആന്റണി പെരുമ്പാറിനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു. ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡയറക്ടർ ആയത്. സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സാർ, ആന്റണി ആൻഡ് മുരളി.